അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഏറ്റവും ആദരണീയനായ നമ്മുടെ യുനൈസ കമ്മിറ്റിയുടെ പ്രസിഡന്റ് ഉസ്മാൻ സാഹിബ്, അതിൻ്റെ അനിഷേധ്യനായ കപ്പിത്താൻ ഷമീർ ഫറൂഖ്, ആത്മീയ പണ്ഡിത നേതൃത്വത്തിലെ നിറസാന്നിധ്യങ്ങളായ ബഹുമാനപ്പെട്ട ബാസിദ് ബാഫി ഉസ്താദ്, മുഹമ്മദ് ഹുദവി ഉസ്താദ്, സലീം ഫൈസി ഉസ്താദ്, സാദിഖ് ഉസ്താദ്, ജംഷി വാഫി വയനാട് തുടങ്ങിയ പണ്ഡിതന്മാർ, ഇതിൻ്റെ ഉമറാക്കൾ ബഹുമാനപ്പെട്ട ഉസ്മാൻ സാഹിബിൻ്റെയും അതോടൊപ്പം തന്നെ സി ടി മൊയ്തു സാഹിബും, അങ്ങനെ നിരവധി മഹത്തുക്കളായ ഉമറാക്കളും നമ്മുടെ സദസ്സിലുണ്ട്. തീർച്ചയായും ഒരുപാട് നീട്ടി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. വിഷയത്തിൻ്റെയും സമയത്തിൻ്റെയും ദൗർബല്യം നമ്മളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് കൈകാര്യം ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. തീർച്ചയായും എന്നിൽ ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്വം യുവാക്കളുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സന്ദേശം എന്നാണ്. ഈ സന്ദേശത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്, ഓരോ ചരിത്രങ്ങൾ എടുത്തു നോക്കുമ്പോഴും യുവാക്കളെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ മഹാനായ പ്രവാചകൻ അവസരങ്ങൾ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് എന്നതാണ്. നമുക്കറിയാം, മഹാനായിരിക്കുന്ന അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു തആല അൻഹുവിനെ യുവത്വ കാലഘട്ടത്തിൽ ഇസ്ലാമിൻ്റെ ആ ഒരു പ്രസരിപ്പോടെ ഇസ്ലാമിലേക്ക് കടന്നു വന്നു ചരിത്രം മാതൃകയാക്കിയതാണ് ബഹുമാനപ്പെട്ട അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു. അതുമാത്രമല്ല, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഹിജ്റ പോകാൻ ഉദ്ദേശിച്ച സമയത്ത് ശത്രുക്കളുടെ അകമ്പടിയിൽ നിന്ന് രക്ഷപ്പെടാൻ മഹാനായിരിക്കുന്ന അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു ഒരുമിച്ച് നിന്നുകൊണ്ടാണ് കടന്നതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംരക്ഷണം നൽകിയതും ആ അലി യുവത്വത്തിൻ്റെ ആവേശമായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. യുവാക്കളെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏത് വിഷയങ്ങളിലും ദീർഘവീക്ഷണത്തോടെയും കാഴ്ചപ്പാടോടെയും മുന്നോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അലി റളിയല്ലാഹുവിന് ശേഷം മുസ്അബ് ബിൻ റളിയല്ലാഹു, ഉമൈർ റളിയല്ലാഹു, അബ്ദുല്ലാഹിബിൻ സുബൈർ റളിയല്ലാഹു തുടങ്ങിയവർ ചെറുപ്പത്തിൽ ഇസ്ലാമിൻ്റെ ജീവിതം, ആ ഇസ്ലാമിന് വേണ്ടി, പരിശുദ്ധ ദീനിന് വേണ്ടി ജീവിതം സമർപ്പിച്ചവരാണ്. പിന്നീട് ഇവിടെ നമ്മൾ പ്രതിപാദിക്കുന്ന വിഷയം നമ്മുടെ സമയത്തെ വിലമതിക്കുക എന്നതാണ്. ഇന്ന് പലപ്പോഴും നമ്മളൊക്കെ സമയം നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. വിലപ്പെട്ട സമയങ്ങൾ നമ്മൾ സോഷ്യൽ മീഡിയ രംഗത്ത്, ഫേസ്ബുക്കിലായാലും വാട്സപ്പുകളിലായാലും മറ്റു മേഖലകളിലൊക്കെ ആയാൽ പോലും നമ്മുടെ സമയം നമ്മൾ തന്നെ നഷ്ടപ്പെടുത്തുന്ന ഒരന്തരീക്ഷമുണ്ട്. അതുകൊണ്ട് ആ സമയത്തെ സോഷ്യൽ മീഡിയ ഉപയോഗപ്പെടുത്തുന്ന മേഖലകളിൽ തൻ്റെ ഇസ്ലാമിൻ്റെ സന്ദേശങ്ങളെ ഈ സമൂഹത്തിനും സമുദായത്തിനിടയിലും അതോടൊപ്പം തന്നെ മറ്റു ഇതര സമുദായങ്ങളുടെ ഇടയിലേക്കും നമ്മുടെ ഇസ്ലാമിൻ്റെ സന്ദേശം ആവശ്യമായ രീതിയിൽ ഉപയോഗപ്പെടുത്താൻ നമ്മൾ ശ്രമിക്കേണ്ടതുണ്ട്. എന്നിൽ അർപ്പിതമായ വിഷയം യുവാക്കൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്ദേശം എന്ന വിഷയം സംസാരിക്കാനാണ്. ഇവിടെ സംബന്ധിച്ചിടത്തോളം യുവാക്കളുടെ കൈകളിലുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുള്ള ഒരു ഉത്തമ വിശ്വാസമുണ്ടായിരുന്നു. യുവാക്കളിൽ പ്രതീക്ഷയുണ്ടായിരുന്നു. കാരണം മഹാനായിരിക്കുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്, 7 വിഭാഗം ആളുകളെ അള്ളാഹുവിൻ്റെ അർശിലിൻ്റെ നിഴലിൽ 7 വിഭാഗങ്ങളെ നിർത്തുന്ന വിഭാഗത്തിൽ അതിലൊരു വിഭാഗം യുവാക്കളുണ്ടാകുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അള്ളാഹുവിൻ നമുക്ക് സംബന്ധിച്ചിടത്തോളം അതിൽ മഹാനായ അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു തൻ്റെ യുവത്വത്തിൻ്റെ ആവേശമായിരുന്നു. മഹാനവറുകൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നു. പിന്നീട് ഇസ്ലാമിൻ്റെ പ്രബോധന മേഖലകളിൽ ഒരു നിറസാന്നിധ്യമായി പ്രവർത്തിച്ച വ്യക്തിത്വമാണ് അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു. രണ്ടാമതായി നമുക്ക് കാണാൻ കഴിയുന്നത്, ഇസ്ലാമിൻ്റെ ചരിത്ര ബാലപാഠങ്ങളിലൊക്കെ യുവാക്കളെ മുന്നോട്ട് നിർത്താൻ പ്രവാചകൻ മാതൃക കാണിച്ചിട്ടുണ്ട്. മഹാനായ സഹാബത്ത്
ഉസാമ ബിൻ സയ്യിദ് റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന ആ സഹാബി തന്റെ 17-ാം വയസ്സിലും അതിന് അഭിപ്രായ വ്യത്യാസമുണ്ട്. 16, 16, 20 എന്നീ വയസ്സുകളൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിലും ബലമായ അഭിപ്രായം 17-ാം വയസ്സിൽ എന്നാണ്. അദ്ദേഹത്തെ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു യുദ്ധത്തിന്റെ സൈന്യാധിപനായി നിയോഗിക്കുകയുണ്ടായി. ആ സൈന്യാധിപന്റെ പിന്നിൽ നിന്നത് പ്രവർത്തിക്കപ്പെടുന്നത് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, അങ്ങനെ ധീരരായ ആളുകൾ അദ്ദേഹത്തിന്റെ പിന്നിൽ നിന്ന് യുദ്ധത്തെ നയിച്ചിട്ടുണ്ട് എന്ന് ചരിത്രം നമ്മളെ പഠിപ്പിക്കുകയാണ്. അവിടെയുമാണ് പ്രവാചകൻ ആ മുഖ്യധാരയിലേക്ക് യുവാക്കളെ കൊണ്ടുവന്നു എന്നതാണ് ഇവിടെ നമ്മോട് പഠിപ്പിക്കുന്നത്. നമുക്കറിയാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏതൊരു വിഷയത്തിലേക്കും ആ നേതൃത്വ നിരയിലേക്ക് ദീർഘവീക്ഷണത്തോടെയും കാഴ്ചപ്പാടോടെയും ഈ സമൂഹത്തിന് മാതൃകയാക്കുന്ന ഒരു പ്രവർത്തനങ്ങളാണ് പ്രവാചകൻ നമുക്ക് കാണിച്ചു തന്നിട്ടുള്ളത്. ഇവിടെ മറ്റൊരു കാര്യം, പ്രവാചകൻ യുവാക്കളെ കാണുമ്പോൾ യുവാക്കൾ ഒരു യുവാക്കളെ കണ്ടപ്പോൾ അദ്ദേഹത്തിന്റെ മുടി കുറച്ച് കൂടുതലായിട്ടുണ്ടായിരുന്നു. പ്രവാചകൻ ആ കുട്ടിമോനോട് പൊന്നുമോനോട് പറഞ്ഞു, മകനെ, നിന്റെ ആ മുടി ഒന്ന് കുറച്ച് വെട്ടി നന്നാക്കിയാൽ നല്ലതായിരുന്നു, ഒന്ന് ഒതുക്കിയാൽ നല്ലതായിരുന്നു എന്ന്. ഉടനെ തന്നെ പ്രവാചകന്റെ ആ വാക്കുകൾ കേട്ടുകൊണ്ട് ആ സഹാബി ഉടനെ തന്നെ ആ മുടി നല്ല വൃത്തിക്ക് കട്ടുകയും ചെയ്യുകയും തിരിച്ച് പ്രവാചകനോടൊപ്പം ഒരുപാട് കാലം പ്രവർത്തിക്കുകയും സൽക്കർമ്മ മേഖലകളിൽ സജീവമായി എന്ന് ചരിത്രം നമ്മെ പഠിപ്പിക്കുകയാണ്. മറ്റൊരു കാര്യം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിജ്ഞാനത്തിന്, അറിവിന് പ്രാധാന്യം നൽകി എന്നതാണ്. ആ സമയങ്ങളിലാണ് മറ്റ് രാജ്യത്തിന്റെ ഒരു ഭരണാധികാരി എന്ന നിലയിൽ പല ഗ്രീക്ക് ഭാഷകളും യഹൂദ ഭാഷകളൊക്കെ പഠിക്കാൻ വേണ്ടി പ്രവാചകന് ആ പേപ്പറുകളൊക്കെ കൈമാറുന്നതിന് വേണ്ടി പ്രവാചകന് അതറിവില്ലായിരുന്നു. ആ സമയത്താണ് പ്രവാചകൻ മുഹമ്മദ് ബിൻ നമ്മുടെ കൂട്ടത്തിലുള്ള സഹാബി സഹദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചിട്ട് പറഞ്ഞു, സഹദ് ബിൻ സാബിത്തെ, താങ്കൾ പോയിക്കൊണ്ട് ഈ ഭാഷകളൊക്കെ ഒന്ന് പഠിക്കണം. പഠിച്ചിട്ട് ഇതിനെപ്പറ്റി മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ഈ സമൂഹത്തിന് മുന്നിലേക്ക് ഭാഷകൾ അനായാസം കൈകാര്യം ചെയ്യണം. അപ്പോൾ ഇവിടുന്ന് നമ്മൾ മനസ്സിലാക്കാം, ചൈന എന്ന് പറയുന്ന പ്രദേശങ്ങളിൽ പോവാൻ, ബിസിനസ് സമ്പാദ്യങ്ങൾ നടത്താൻ വേണ്ടി പല ആളുകളും ചൈനീസ് ഭാഷകൾ പഠിക്കാൻ മുന്നോട്ട് വന്നു എന്നത് ഈ ചരിത്രമായ കാര്യങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇവിടെ ഇത്തരം മേഖലകളിലും പ്രവാചകൻ ആ സമൂഹത്തിനോട് മുൻകൂട്ടി കാണിച്ചിട്ടുണ്ട്. നിങ്ങൾ പോയിട്ട് ഉത്തുലുബിൽ ഇൽമി വലൗ ബിസ്സീൻ എന്ന് പറഞ്ഞില്ലേ, നിങ്ങൾ ഇൽമ എന്ത് ചെയ്യുന്നു, ജ്ഞാനത്തെ തേടല് ചൈനയിൽ പോയിട്ടുണ്ടെങ്കിൽ കരസ്ഥമാക്കണം എന്ന് പറയുമ്പോൾ ഇന്ന് നമ്മളെ സമൂഹം ഈ നൂറ്റാണ്ടിൽ നമ്മൾ പലരും ചൈനയിൽ പോയി വിദ്യ സമ്പന്നിക്കുന്നതോടൊപ്പം അറിവ് പഠിക്കുന്നതോടൊപ്പം അവരുടെ ബിസിനസ് മേഖലയിലേക്കും ആ ബിസിനസിന്റെ ഓരോ തന്ത്രങ്ങളും ഇവിടുന്ന് പഠിച്ച് മുന്നോട്ട് വരുന്നു എന്നതാണ്. തീർച്ചയായും യുവാക്കളിൽ ഏറെ പ്രതീക്ഷ നൽകിയ ഈ സമുദായത്തെ നയിക്കാൻ യുവാക്കളിലൂടെ സാധിക്കുമെന്ന് വീക്ഷണത്തോടുകൂടി മനസ്സിലാക്കിയ ഒരു വ്യക്തിത്വമാണ് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അങ്ങനെയുള്ള യുവാക്കളെ ഈ കാലത്ത് അനുസരിച്ച് നമ്മൾ മാറ്റി നിർത്തപ്പെടാതെ അവരെ മുന്നോട്ട് കൊണ്ടുവരാൻ നമ്മൾ പരമാവധി ശ്രമിക്കപ്പെടേണ്ടതുണ്ട്. പല മഹല്ലുകളിലും ഈ സേവനം ചെയ്ത കാലഘട്ടത്തിലും അല്ലെങ്കിലൊക്കെ നമ്മൾ കാണുന്നത് യുവാക്കളെ എല്ലാത്തിൽ നിന്നും പിന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു ഉൾവലി ഉണ്ടാക്കിയെടുക്കുന്ന പ്രവർത്തനങ്ങളാണ് പലപ്പോഴും നമുക്കൊക്കെ മഹലുകളിൽ കാണാറുള്ളത്. ഈ കാലഘട്ടത്തിൽ ഇപ്പോൾ കുറേയൊക്കെ സോഷ്യൽ മീഡിയ രംഗത്തും അല്ലാതെയുമൊക്കെ ഇസ്ലാമിന്റെ ദഅവത്തുകളും പ്രബോധന മേഖലകളൊക്കെ ചെയ്യുമ്പോൾ ഒരുപാട് യുവാക്കൾ ആവേശഭരിതരായി കടന്നു വരുന്നു എന്നതിൽ ഏറെ സന്തോഷമുണ്ട്. ഇൻഷാ അല്ലാഹ് ഇസ്ലാമിന്റെ ദഅവത്തുകളും പ്രബോധനങ്ങളും സമൂഹത്തിനും സമുദായത്തിനും സേവനം ചെയ്യാൻ നമുക്ക് അല്ലാഹു തൗഫീഖ് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, ഇതൊരു വലിയൊരു പ്രഭാഷകൻ എന്ന നിലയിലല്ല, ആ പ്രവാചകന്റെ ആ പരിപാടിയിൽ അതിന് പങ്കാളിത്തം സ്വീകരിക്കുക എന്നതാണ്. അതുകൊണ്ട് SIC കമ്മിറ്റി നമുക്ക് ഇതിനൊരു അവസരം നൽകിയതിൽ അതിയായ സന്തോഷം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ.
ഏറെ പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, സഹോദരന്മാരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നത് എളുപ്പമാണ്, പറയാൻ എളുപ്പമാണ്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിത മാതൃകകളെ നമ്മുടെ ജീവിതത്തിലേക്ക് ഏറ്റെടുക്കുക എന്നുള്ളത് ഏറെ ശ്രമകരമാണ്. അല്ലാഹുവിന്റെ ഖുർആൻ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്, വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. ലോകം കരുണയ്ക്ക് വേണ്ടി ദാഹിച്ചു കഴിയുന്ന ഒരു സമൂഹത്തിലാണ് വിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിയുക്തനാകുന്നത്. അതുകൊണ്ട് ഖുർആൻ പറയാണ്, വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. നബിയെ ലോകർക്ക് കാരുണ്യമായിട്ടല്ലാതെ ഞാൻ അങ്ങേ നിയോഗിച്ചിട്ടില്ല. കാരുണ്യമാണ് ലോകം തേടുന്നത്. കുട്ടികളോടുള്ള കരുണ നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ തുടങ്ങാവുന്ന നമുക്ക്. പലപ്പോഴും നമ്മുടെ വീട്ടിലെ മക്കളെ തിരുത്തേണ്ടവരായി മാത്രമാണ് നമ്മളെ കാണാറ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരെ സ്നേഹിക്കുകയും അവരോട് സ്നേഹത്തോട് സംസാരിക്കുകയും ചെയ്തു. ഒരു കുട്ടിയിൽ തെറ്റ് കാണുമ്പോൾ ആദ്യം ചിന്തിക്കേണ്ടത് ഇവനെ എങ്ങനെ നന്നാക്കാം എന്നാണ്, അല്ലാതെ ഇവനെ എങ്ങനെ ശിക്ഷിക്കാം എന്നല്ല. നമ്മളിങ്ങനെ ആലോചിച്ച് നോക്കിയാൽ മതി. നമ്മുടെ വീട്ടിലെ കുട്ടികൾ അവര് ദാഹിക്കുന്നത് നമ്മൾ നൽകുന്നുണ്ടാവും. ഇന്ന് അധിക വീട്ടിലെയും കുട്ടികൾ ആവശ്യപ്പെടുന്നത്, ഭക്ഷണത്തേക്കാൾ കൂടുതൽ ആവശ്യപ്പെടുന്നത് മാതാപിതാക്കളുടെ ശ്രദ്ധ, അവര് കേൾക്കുന്ന മാതാവിനെയും പിതാവിനെയാണ്. മറ്റൊന്ന് സ്നേഹിക്കപ്പെടുക എന്നുള്ളതാണ്. എക്സ്പ്രസ് ചെയ്യാത്ത സ്നേഹമല്ലെന്നാണ് ശാസ്ത്രം പറയുന്നത്. എക്സ്പ്രസ് ചെയ്യാത്ത സ്നേഹമല്ലെന്നാണ് ശാസ്ത്രം പറയുന്നത്. നമ്മുടെ മക്കൾ വളർന്ന ശേഷം നമ്മളെ ഓർക്കുമ്പോൾ, എൻ്റെ ഉപ്പ എൻ്റെ ഉമ്മ എന്നെ മനസ്സിലാക്കിയിരുന്നു എന്ന് പറയോ ശരിക്ക്? ശരിക്ക് നമ്മളുടെ മക്കളോടുള്ള പെരുമാറ്റം എങ്ങനെയാണ് ശരിക്ക്? വിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ ജീവിതത്തിലൂടെ കാണിച്ചു തന്ന മാതൃക നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ? നമ്മളിങ്ങനെ ചരിത്രത്തിലൂടെ പോയി നോക്കിയാൽ നമുക്ക് കാണും. ഉസ്താദ് ഇന്നലെ സൂചിപ്പിച്ചു. സംഭവം സൂചിപ്പിച്ചതുകൊണ്ട് ഞാൻ വിശദീകരിക്കുന്നില്ല. ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ പേരക്കുട്ടികളായ ഹസൻ റളിയല്ലാഹുവിനെയും ഹുസൈൻ റളിയല്ലാഹുവിനെയും ചുംബിച്ചു. ചുംബനം എന്ന് പറയുന്നത് അത് സ്നേഹത്തിൻ്റെ ഒരടയാളമാണ്. തൻ്റെ മക്കളെ, മാതാപിതാക്കളെ ഒക്കെ ആ ഒരു സ്നേഹവും വാത്സല്യം നമ്മൾ കൊടുക്കണം. ഇത് കാണുന്ന കൂടെ ഉണ്ടായിരുന്ന അഖ്റ ഇബ്നു ഹാബിസ് റളിയല്ലാഹു പറയാണ്, ഇന്നലി അശറത്തും മിനൽ വലദ് മാ ഖബ്ബൽതു മിൻഹും അഹദ. എനിക്ക് 10 മക്കളുണ്ട് റസൂലേ, പക്ഷെ ഞാൻ ഒരാളെയും ഇതുവരെ ചുംബിച്ചിട്ടില്ല. പറഞ്ഞ മാത്രയിലാടുന്നു അവിടുത്തെ മറുപടി, മല്ല യർഹം ലാ യുർഹം. കരുണ ചെയ്യാത്തവനോ കരുണ കാണിക്കപ്പെടുകയുമില്ല. നമ്മുടെ മക്കൾക്ക് നമ്മിൽ നിന്ന് എന്താണ് കിട്ടുന്നത്? ഭയാണോ സ്നേഹമാണോ? നമ്മുടെ മക്കൾ തെറ്റ് ചെയ്യുമ്പോൾ, മകൻ തെറ്റ് ചെയ്യുമ്പോൾ, മകള് തെറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ
കൈയാണോ ഉയരുന്നത്, അതല്ല നമ്മുടെ ഹൃദയമാണോ തുറക്കുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുട്ടികളെ വെറും വളർത്തിയില്ല, അവരുടെ ഹൃദയങ്ങളിൽ ഇങ്ങനെ സ്നേഹം നിറച്ചു കൊടുത്തു. ഒരു വേള തൻ്റെ സദസ്സിലേക്ക് ഇങ്ങനെ കയറി വന്നൊരു കുട്ടിയോട് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മോനെ ഒന്ന് പുറത്തോട്ട് പോ. എന്നിട്ട് പറഞ്ഞു, ഫസല്ലിം, നിങ്ങൾ സലാം പറയുമോനോ? സലാം പറഞ്ഞപ്പോൾ പറഞ്ഞു, ഫസ്തഇദിൻ, നിങ്ങൾ സമ്മതം ചോദിക്കൂ. അവിടെ നിന്ന് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. മേ ഐ കമിൻ സർ എന്ന് പറയേണ്ടതിൻ്റെ പാഠം ആദ്യം പഠിപ്പിച്ചത് വിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ കുട്ടികളോടുള്ള പെരുമാറ്റം പോലും കാരുണ്യത്തോടു കൂടിയായിരിക്കണം, റഹ്മത്തോടു കൂടിയായിരിക്കണം, കരുണയോടു കൂടിയായിരിക്കണം. നമുക്കങ്ങനെ പെരുമാറാൻ കഴിയുന്നുണ്ടോ? അപ്പൊ നമ്മുടെ പെരുമാറ്റ കരുണയോടു കൂടിയായിരിക്കണം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. സല്ലല്ലാഹു അലൈഹി വസല്ലമ കാരുണ്യം കാണിച്ച മറ്റൊരു വിഭാഗം എന്ന് പറഞ്ഞാൽ ദരിദ്രരോടും അനാഥരോടും വലിയ കാരുണ്യായിരുന്നു. അറബി ഒരു കവിത ഉണ്ട്, റഅയ്തുന്നാസ ഖദ് മാലു ഇലാ മൻ ഇൻദഹു മാലു. എന്ന് പറഞ്ഞാൽ ജനങ്ങളെല്ലാവരും പണമുള്ള ആളിലേക്ക് ചെരിഞ്ഞതായി, അവരോട് ചേർന്ന് നിൽക്കുന്നതായി നാം കണ്ടു എന്നാണ്. പലപ്പോഴും മനുഷ്യന്റെ വില പണത്തിലും ആണ് സമൂഹം നൽകുന്നത്. ഒരാളുടെ വസ്ത്രമോ ജോലിയോ ശമ്പളമോ ഒക്കെ നോക്കിയിട്ടാണ് സമൂഹം ഒരാളെ വിലയിരുത്തുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ മനുഷ്യനെ വിലയിരുത്തിയിരുന്നത് അവൻ്റെ സമ്പത്ത് കൊണ്ടല്ല, മനുഷ്യൻ എന്ന നിലയിലായിരുന്നു. ഒരു ദരിദ്രന്റെ നമ്മുടെ മുന്നിൽ വന്നാൽ നമ്മുടെ മുഖഭാവം മാറാറുണ്ടോ? അയാളുടെ വിളറിയ മുഖത്തോട്ട് നോക്കിയിട്ട് നമ്മുടെ ഹൃദയം കാരുണ്യത്തിൻ്റെ വാതിൽ തുറക്കാറുണ്ടോ? സഹായിക്കുമ്പോൾ പോലും അവൻ്റെ ആത്മാഭിമാനം നമ്മൾ സംരക്ഷിക്കപ്പെടാറുണ്ടോ? പലപ്പോഴും സഹായധനങ്ങൾ കൊടുക്കും, പലപ്പോഴും നമ്മൾ അയാളെ ചേർത്ത് പിടിച്ചിട്ട് ഒരു ഫോട്ടോ എടുക്കും. നമ്മൾ നൽകുന്നത് വലിയ കാര്യങ്ങളാണ് പലപ്പോഴും. പക്ഷേ ഇപ്പം നമ്മുടെ സമൂഹത്തിൽ വലിയ മാറ്റങ്ങളുണ്ട്, വല്ലാത്ത മാറ്റങ്ങളിലേക്ക് വന്നിട്ടുണ്ട്. ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. അയാൾക്കും അഭിമാനമുണ്ട്. അനാഥനെ സഹായിക്കുന്നത് ഒരു ചാരിറ്റി ആക്ടിവിറ്റി മാത്രമല്ല, ഒരു തകർന്ന ഹൃദയത്തെ ചേർത്ത് പിടിക്കലാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം അതാണ് കാണിച്ചിട്ടുള്ളത്. എനിക്കൊന്നും തരാത്തൊരു മനുഷ്യനോട് ഞാൻ എങ്ങനെയാണ് പെരുമാറുന്നത്? നിങ്ങൾ എങ്ങനെ പെരുമാറാറ്? അതാണ് എൻ്റെ യഥാർത്ഥ സ്വഭാവം. എനിക്കൊന്നും തരാത്തൊരു മനുഷ്യന്, ഒന്നും തിരിച്ചു കിട്ടും എന്ന് പ്രതീക്ഷയില്ലാത്തൊരു മനുഷ്യനോട് നമ്മൾ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നത്? നമ്മൾ പലപ്പോഴും ഒരാളെ സഹായിച്ചിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യും അയാളുടെ ഒരു മറുപടിക്ക് വേണ്ടിയിട്ട്. അതുപോലും പ്രതീക്ഷിക്കാൻ പാടില്ല എന്ന്. ശരിക്ക് കരുണ കൊടുക്കുമ്പോൾ തിരിച്ചിങ്ങോട്ട് ഒന്നും കിട്ടണമെന്ന് പ്രതീക്ഷിക്കരുത്, അങ്ങനെ കൊടുക്കണം എന്നുള്ളതാണ്. അതാണ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പാഠം. നമ്മൾക്ക് ഇങ്ങനെ കാണാം, പാവപ്പെട്ട മനുഷ്യന്മാരെ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പെരുമാറ്റത്തിന്റെ സൗന്ദര്യം നമ്മളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരണം. എത്ര രസമായിരുന്നു, എത്ര സൗന്ദര്യത്തോടു കൂടി പെരുമാറിയത്. നമ്മൾ ഹദീസിൽ ഇങ്ങനെ പോയി നോക്കുമ്പോൾ കാണാം, പള്ളിയിൽ മൂത്രമൊഴിച്ച ഒരു ഗ്രാമീണന് സ്വഹാബികൾ അവിടെ തടയാൻ വേണ്ടി എഴുന്നേറ്റപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ദാഹു,
അവനെ വിട്ടേക്ക്, ഞാൻ മൂത്രമൊഴിച്ച് പൂർത്തിയാക്കട്ടെ. നമ്മൾ കുട്ടികളൊക്കെ നമ്മളുടെ തോളത്തിരുന്ന് മൂത്രമൊഴിക്കുമ്പോൾ പല മാതാപിതാക്കൾ ഐശ്ശേ എന്ന് പറയും. അതോടുകൂടി ആ കുട്ടിയുടെ ഈ വ്യവസ്ഥക്ക് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവാണ്, പ്രയാസങ്ങൾ ഉണ്ടാവാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവനെ വിട്ടേക്ക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിലുണ്ടായിരുന്ന ദീനിന്റെ വിഷയത്തിൽ അത്ര കർക്കശ്യം പുലർത്തിയിരുന്ന ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹും മറ്റു സ്വഹാബത്തൊക്കെ ഉണ്ട്. പലരും ഒത്തിരി ചൊടിച്ച് ദേഷ്യപ്പെട്ടിരുന്നു. ആ സമയത്ത് റസൂലുള്ളാഹി പറയണം, അവരെ വിട്ടേക്ക്. ഒക്കെ പൂർത്തിയാക്കിയപ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലം സൗമ്യമായിട്ട് പഠിപ്പിച്ച് സ്വഹാബത്തിനെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങളൊരു വെള്ളം കൊണ്ടുവരും, എന്നിട്ട് അവിടെ തെളിയിക്കാൻ പറഞ്ഞു, ഒഴിക്കാൻ പറഞ്ഞു. എന്നിട്ട് ഈ മനുഷ്യനെ ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു, ഇത് പള്ളിയാണ്, ഇവിടെ അങ്ങനെ ചെയ്യാൻ പാടില്ല കേട്ടോ. സന്തോഷഭരിതനായിട്ട് ആ അറാബി പ്രാർത്ഥിച്ചു എന്ന് ഹദീസിൽ കാണാം. എന്നെയും മുഹമ്മദിനെയും സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണേ എന്ന്. കാരണം ഇതൊരു സ്വർഗമായിട്ട്, ഈ പെരുമാറ്റം പോലും സ്വർഗീയ പെരുമാറ്റമായിട്ട് അദ്ദേഹത്തിന് അനുഭവപ്പെട്ടു. നമുക്കൊരു മനുഷ്യനെ തെറ്റ് ചെയ്തിട്ട് അപമാനിക്കാതെ തിരുത്താൻ കഴിയും. ഇന്നൊരു കുട്ടി ചെയ്താൽ നിനക്കൊന്നും അറിയില്ല, നീ ഒരിക്കലും നന്നാവില്ല എന്ന് പറയുന്നതിന് പകരം, മകനെ ഇത് ശരിയല്ല, നമുക്ക് ശരിയായ വഴി പഠിക്കാം എന്ന് പറയാൻ നമുക്ക് കഴിയും. നമുക്കതിന് കഴിയണം. രോഗികളോടുള്ള അതുപോലെ ദുർബലരോടുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പെരുമാറ്റം നമ്മളിങ്ങനെ പഠിക്കണം. നമുക്ക് ആരോഗ്യമുള്ളപ്പോൾ നമ്മൾ രോഗിയുടെ വേദന മറന്നു പോകാറുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ രോഗിയെയും ദുർബലരെയും സന്ദർശിക്കുകയും രോഗി പരിചരണം, ഇയാദത്തുൽ മരീദ് വലിയ പുണ്യമുള്ളതാണെന്ന് പഠിപ്പിച്ചു. ഒരാൾ പലപ്പോഴും ശാരീരികമായി മാത്രമല്ല, മാനസികമായും സാമ്പത്തികമായും സാമൂഹികമായൊക്കെ ദൗർബല്യം ഉണ്ടാകാം. ശക്തനായ ഒരാൾ ദുർബലനെ അടിച്ചമർത്തുന്നതല്ല ശരിക്കും മഹത്വം, അവനെ ഉയർത്തുന്നതാണ് മഹത്വം. വീട്ടിലെ വയസ്സായ മാതാപിതാക്കള്, ജോലി സ്ഥലത്ത് താഴ്ന്ന പദവിയിലുള്ളവര്, സമൂഹത്തിൽ സഹായം ആവശ്യമുള്ളവർ, ഇവരുടെ നമ്മുടെ പെരുമാറ്റം പരിശോധിക്കണം. എങ്ങനെയാണ്? എനിക്ക് ശക്തി ലഭിച്ചപ്പോഴാണോ, എനിക്ക് ആരോഗ്യം ലഭിച്ചപ്പോഴൊക്കെ നമ്മൾ മറ്റുള്ളവർക്ക് ആശ്വാസമായിരുന്നോ, അതല്ല നമ്മൾ സമ്മർദ്ദമായിരുന്നോ? നമ്മളുടെ ജോലി സ്ഥലങ്ങളിൽ നമ്മൾ ഒരാൾക്ക് സമ്മർദ്ദമായിട്ട് മാറുന്നുണ്ടെങ്കിൽ, പ്രയാസകരമായിട്ട് മാറുന്നുണ്ടെങ്കിൽ, നമ്മൾ മാറാൻ ടൈമായിട്ടുണ്ടെന്നുള്ളതിൻ്റെ അർത്ഥം. നമ്മൾ മാറണം. നമ്മളുടെ പെരുമാറ്റങ്ങളിൽ മാറ്റം വരുത്തണം. മനുഷ്യനെന്ന രീതിയിൽ നമുക്ക് എല്ലാവരും ചേർത്ത് പിടിക്കാൻ കഴിയണം. അദ്ദീനു അൽ മുആമല എന്ന് പറയുന്നുണ്ട്. ദീൻ എന്ന് പറഞ്ഞാൽ പെരുമാറ്റമാണ്. നമ്മളെ പെരുമാറ്റം കൊണ്ടാണ് ശരിക്ക് നമ്മളുടെ കരകളിലൊക്കെ ഇസ്ലാമത്തെ വളർന്നു പന്തലിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിലൂടെ ഒരു യഹൂദന്റെ ജനാസ ഇങ്ങനെ കടന്നു പോവാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എഴുന്നേറ്റു. സ്വഹാബത്ത് ചോദിച്ചു, അള്ളാഹുവിന്റെ ദൂതരെ, അതൊരു യഹൂദന്റെ ജനാസ അല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചു, അലൈസത്ത് നഫ്സൻ, അതും ഒരു മനുഷ്യ ജീവനല്ലേ? ഇവിടെ നമുക്ക് വലിയൊരു പാഠമുണ്ട്. നമ്മിൽ നിന്ന് വ്യത്യസ്തമായ മതമുള്ള ഒരാളായാലും, ഭാഷാ വ്യത്യാസമായാലും, സംസ്കാര വ്യത്യാസമായാലും, അവനൊരു മനുഷ്യനാണ്. ഇതാണ് നബിയുടെ സ്വഭാവത്തിന്റെ വിശാലത. എൻ്റെ വിശ്വാസത്തിൽ ഞാൻ ഉറച്ചു നിൽക്കുമ്പോൾ തന്നെ മറ്റൊരു മനുഷ്യന്റെ മാനവികതയെ നമ്മൾ അപമാനിക്കാൻ പാടില്ല. എതിരാളികളോട് നമുക്കെങ്ങനെ പെരുമാറാൻ കഴിയും? കരുണ, ദയ എന്നുള്ളതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിന്റെ ഭാഗമാണല്ലോ. അത് നമുക്ക് എങ്ങനെ പകർത്താൻ കഴിയും?
നമ്മൾ സ്നേഹിക്കുന്നവരോട് നമുക്ക് നല്ലവനാകാം എല്ലാവർക്കും എളുപ്പമാണ്. പക്ഷെ നമ്മെ വേദനിപ്പിച്ചവരോട് നമുക്ക് എങ്ങനെ പെരുമാറാൻ കഴിയുന്നതാണ് യഥാർത്ഥ പരീക്ഷണം. പ്രതികാരം ചെയ്യാനുള്ള കഴിവുണ്ടായിട്ടും ക്ഷമിക്കുക, അവരോട് കരുണ കാണിക്കുക എന്ന് പറഞ്ഞത് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ നമുക്ക് കാണാൻ കഴിയും. തൻ്റെ അമ്മാവന്മാരുടെ പിന്തുണ തേടിയിട്ട് സ്നേഹം കൊതിച്ച് ത്വായിഫിലെത്തുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കല്ലെറിഞ്ഞ് കാലിൽ നിന്ന് രക്തം വാർന്നൊഴുകുമ്പോൾ മലക്കുകൾ വന്നിട്ട് ചോദിക്കുന്നുണ്ട്, നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഈ രണ്ട് മലകൾക്കിടയിലിട്ടിട്ട് നമ്മൾ അവരെ നശിപ്പിച്ചു കൊള്ളട്ടെ എന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, അവരുടെ തലമുറകളിൽ നിന്ന് ആളുകൾ ഈ മതത്തിലേക്ക് വരും, അവർ വേദനിപ്പിക്കരുതെന്ന് പറയുന്ന ആ ഒരു കാരുണ്യത്തിൻ്റെ ദയയുടെ മാതൃകയല്ല നമുക്കുണ്ടാവേണ്ടത്. നമ്മളെന്തെങ്കിലും എവിടെയെങ്കിലും വെച്ച് ഒരാൾ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് കാലാകാലങ്ങളോളം കൊണ്ടു നടക്കുക എന്നതാണ് നമ്മുടെ സ്വഭാവം. അതൊന്ന് മാറിയിട്ട് ഈ ദിനത്തിലെങ്കിലും നമ്മളെ ഇന്നേ വരെ വേദനിപ്പിച്ച എല്ലാവർക്കും നമുക്ക് മാപ്പ് കൊടുക്കാൻ കഴിയണം. എന്നെ വേദനിപ്പിച്ച ഒരാളെ ഞാൻ അവർക്ക് വേണ്ടി ക്ഷമിക്കുമ്പോൾ ഞാൻ ശരിക്കും തോൽക്കുകയാണോ, അതോ ഞാൻ എൻ്റെ നഫ്സിനെ, എൻ്റെ ആഗ്രഹങ്ങളെ, എൻ്റെ ഇച്ഛയെ തൊട്ടിച്ചയിക്കുകയാണോ? അവിടെയാണ് അൽ കയ്യിസു മൻ ദാന നഫ്സ. അൽ കയ്യിസ്, ബുദ്ധിമാൻ എന്ന് പറയുന്നത് മൻ ദാന നഫ്സ, സ്വന്തം മനസ്സിനെ അടിമപ്പെടുത്തിയവനാണ്. വ അമില ലിമാ ബഅദൽ മൗത്ത്, മരണത്തിന് ശേഷമുള്ളതിലേക്ക് പ്രവർത്തിച്ചവനാണെന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അതാണ് നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാവേണ്ടത്. കാരുണ്യം നിറഞ്ഞൊഴുകണം. ഒരു ആറാബി വന്നിട്ട് അവിടുത്തെ തട്ടം പിടിച്ച് വലിക്കുന്നുണ്ട്, തോളിൽ പാട് വീണിട്ടുണ്ട്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് രൂക്ഷമായ ഭാഷയിൽ സംസാരിക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട് സല്ലല്ലാഹു യാ മുഹമ്മദ് മുർലി മിൻ മാലില്ലാഹില്ലദി ഇൻദക്, എൻ്റെ അടുത്തുള്ള സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ഭാഷ പറയണം, ഉള്ള മാലൊന്ന് എനിക്ക് തരാൻ പറയും. വേദനിച്ചിട്ടുണ്ട്, തിരിഞ്ഞു നോക്കിയിട്ടുണ്ട്. പക്ഷേ സല്ലല്ലാഹു അലൈഹി വസല്ലം ദേഷ്യപ്പെടുന്നില്ല, പുഞ്ചിരിച്ചു. പിന്നെ അവിടേക്ക് കൊടുക്കാൻ പറഞ്ഞു. നമ്മളാണെന്നുണ്ടെങ്കിൽ ആ സ്ഥാനത്ത് നിന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരണം. അവിടുത്തെ ജീവിതത്തെ മാതൃകയാക്കണം. നമുക്ക് എല്ലാം വിട്ടുകളയാം. തെറ്റ് ചെയ്ത, നമ്മോട് പക കാണിച്ച, ശത്രുത്വം കാണിച്ച എല്ലാവർക്കും നമുക്ക് പുറത്തു കൊടുക്കാൻ കഴിയണം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ഒരു മനുഷ്യൻ്റെ നന്മ തിന്മകൾ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ പറയുന്നത് കൂടെ കിടന്നവനാണ് രാപ്പനിയേറിയുള്ളൂ എന്നാണ്. വീട്ടിലെ സ്വഭാവമാണ് ഒരു മനുഷ്യൻ്റെ സ്നേഹവും കരുണയും കരുതലും കെയറിങ്ങും എല്ലാം നിശ്ചയിക്കുന്നത്. ഇത് വളരെ പ്രധാനമാണ്. പുറത്തെല്ലാവരോടും പുഞ്ചിരിച്ച് നടന്നിട്ട് വീട്ടിൽ കോപിക്കുന്ന ഒരാൾ, അവൻ്റെ സ്വഭാവം പൂർണ്ണമായിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഹിയാറുക്കും ലി അഹ്ലിക്കും, നിങ്ങളുടെ ഏറ്റവും നല്ല മനുഷ്യനെ നിങ്ങളെ വീട്ടിലുള്ള ആളുകളോട് നല്ല നിലക്ക് പെരുമാറുന്നവനാണ്.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും വലിയ പെരുമാറ്റം എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഭാര്യ, അവിടുമാര്, മക്കള്, അവരോടൊക്കെ എന്ത് നല്ല പെരുമാറ്റാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ ഭാര്യ, മക്കള്, മാതാപിതാക്കള്, സഹോദരങ്ങളോട് നമ്മളെങ്ങനെ സ്നേഹവും ക്ഷമയുണ്ടോ, അവിടുത്തെ കരുതലും പ്രകടിപ്പിച്ച മാതൃക എത്ര വലുതായിരുന്നു. ഭക്ഷണം കഴിക്കുന്നതിൽ വരുന്ന ഒരു ഉപ്പിൻ്റെ കുറവ് ചിലപ്പോൾ ഒരു കുടുംബ ബന്ധം പോലും തകർത്തെറിയുന്ന അവസ്ഥ വരെ ഉണ്ടാവാറുണ്ട്. ഇവിടെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, പുകഴ്ത്തി പറയും, അവർക്ക് നന്ദി പറയും. നമ്മളൊന്നിങ്ങനെ ചിന്തിച്ചു നോക്കിയാൽ മതി. ഈ ലോകം മുഴുവൻ എന്നെ നല്ല മനുഷ്യനെന്ന് കരുതിയാലും എൻ്റെ വീട്ടിലുള്ളവർക്ക് ഞാൻ നല്ല മനുഷ്യനാണ്. നുബുവത്തിന്റെ സമയത്ത് ജിബ്രീൽ അലൈഹിസ്സലാമിനെ കണ്ടിട്ട് ആ ഒരു സമയത്ത് ഭയവിഹ്വലനായി പനി പിടിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആശ്വസിപ്പിച്ചുകൊണ്ട് വറഖത്ത് ബിൻ നൗഫലിന്റെ അടുത്ത് പോകുന്ന സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പത്നി ഖദീജ ബീവി പറയുന്നൊരു വാക്കുണ്ട്, നബിയെ, അങ്ങ് കുടുംബബന്ധം പുലർത്തുന്നവരാണ്, അങ്ങ് അശരണർക്ക് അത്താണിയാവുന്നവരാണ്, അങ്ങ് ഇങ്ങനെയാണ് നബിയെ, അതുകൊണ്ട് അള്ളാഹു അങ്ങയെ കൈവിടിയില്ല എന്ന് പറയുന്ന ആ ഒരു വലിയ മാതൃക നമ്മളെ വീട്ടിലുള്ള ഭാര്യമാർക്ക്, നമ്മളുടെ മക്കൾക്ക് നമ്മളെ കുറിച്ച് പറയാൻ കഴിയും. നമ്മളിങ്ങനെ ആലോചിച്ച് നോക്കിയാൽ മതി. നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാൻ കഴിഞ്ഞില്ല, പക്ഷെ നമ്മുടെ പെരുമാറ്റത്തിലൂടെ ആളുകൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവത്തിന്റെ ഒരു ചെറിയ പ്രതിഫലനം കാണാൻ കഴിഞ്ഞു. എൻ്റെ കുട്ടികൾക്ക് ഞാൻ കരുണയാണ്, നമ്മുടെ ചുറ്റുമുള്ള ദാരിദ്ര്യരായ ആളുകൾക്ക് ഞാൻ ആശ്വാസമാണ്, രോഗികൾക്ക് ഞാൻ താങ്ങാണ്, ദുർബലർക്ക് ഞാൻ സംരക്ഷണമാണ്, മൃഗങ്ങളോട് ഞാൻ കരുണ കാണിക്കുന്നുണ്ട്, എന്നെ വെറുക്കുന്നവരോട് പോലും ഞാൻ നീതിയുള്ളവനാണ്, എൻ്റെ കുടുംബത്തിന് ഞാൻ സ്നേഹമാണ്. അതുകൊണ്ട് നമ്മളുടെ നബിയെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നൊരു മനുഷ്യൻ പള്ളിയിൽ മാത്രം നല്ലവനായിട്ട് പോരാ, വീട്ടിൽ നല്ലവനാവണം, ജോലിയിൽ നല്ലവനാവണം, വഴിയിൽ നല്ലവനാവണം, ദരിദ്രനോട് നല്ലവനാവണം, ദുർബലനോട് നല്ലവനാവണം, വ്യത്യസ്ത മതക്കാരോട് നല്ലവനാവണം. അങ്ങനെ ആയിരിക്കണം. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാരുണ്യത്തിന്റെ രൂപഭാവങ്ങൾ ഹദീസിൽ പറഞ്ഞല്ലോ, നമ്മളിങ്ങനെ ചർച്ച ചെയ്തു പോയല്ലോ. ഒരു സഹാബി തൻ്റെ മടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരു കുട്ടി വന്നു, ആ കുട്ടിയെ ഏറ്റെടുത്ത് ചുംബിച്ചു, തോളോട് ചേർത്തിരുത്തി. രണ്ടാമത്തെ കുട്ടി വന്നു, ആ കുട്ടിയെ ചുംബിച്ചു. അപ്പൊ അള്ളാഹുവിന്റെ റസൂല് പറയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം, സഹോദര, നീ നീതി ചെയ്തിട്ടില്ല. നീതി ചെയ്യണം എന്ന് പറഞ്ഞാൽ രണ്ടുപേർക്കും ഒരുപോലെ സ്നേഹം കൊടുക്കണം, ചേർത്ത് പിടിച്ച് ഉമ്മ കൊടുത്ത് കൂടെ ഇരുത്തണമെങ്കിൽ രണ്ടാളെ ഇരുത്തണം. നമ്മുടെ മക്കൾക്ക് നമ്മൾ വീട്ടിലേക്ക് ഫോൺ വിളിക്കുമ്പോൾ മക്കൾക്ക് ഓരോരുത്തർക്കും സമയം കൊടുക്കണം സംസാരിക്കാൻ. നമ്മളാണ് മക്കളോട് സംസാരിക്കേണ്ടത്. നമ്മൾ സംസാരിച്ചില്ലെങ്കിൽ പിന്നെ മറ്റുള്ള പലരും മക്കളോട് സംസാരിക്കുന്ന അവസ്ഥകളുണ്ടാകും. അപ്പം നമുക്ക് അവർക്ക് സമയം കൊടുക്കാൻ കഴിയണം, ഓരോരുത്തരെയും കേൾക്കാൻ നമുക്ക് കഴിയണം.
അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുഭവങ്ങളെ നമ്മളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ നമ്മളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാവണം. അതിനുള്ള വഴി തുറന്നു തരട്ടെ. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. മക്കളോടുള്ള കാരുണ്യത്തെക്കുറിച്ച് പറയുന്നതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ഇങ്ങനെ ഒരു കാര്യം കൂടി സൂചിപ്പിക്കട്ടെ. ഒരു ഹദീസ് കൂടി എൻ്റെ മനസ്സിലേക്ക് ഇങ്ങനെ ഓർമ്മ വന്നപ്പോൾ ഞാൻ അതുകൂടി ചേർക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിസ്കരിക്കുകയാണ്. ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമ അവരുടെ അടുത്ത് വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുജൂദിൽ കിടക്കുന്ന നബിയുടെ മുതുകത്ത് കയറിയിരുന്നു. സ്വഹാബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുജൂദിലാണ്. സ്വഹാബത്തൊക്കെ ഇങ്ങനെ പ്രതീക്ഷിക്കുകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്പോൾ ഉയരും സുജൂദിൽ നിന്ന്. അങ്ങനെ ദീർഘനേരം സുജൂദിലായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് എന്തുകൊണ്ടാണ് സുജൂദ് ഇത്ര ദീർഘിപ്പിച്ചതെന്ന് ചോദിച്ചപ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇങ്ങനെ മക്കളെ കയറിയിരുന്നാണ്. നിസ്കാരം എന്നുള്ളത് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഉബ്ബിബ ഇലയ്യ മിൻ ദുന്യാകും അത്തീബു വന്നിസാ, നിങ്ങളുടെ ദുന്യാവെന്ന് എനിക്ക് ഏറ്റവും എനിക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അത്തീബു വന്നിസാ, സുഗന്ധവും ഭാര്യ പെണ്ണിനെയും. ഇതിന് മറ്റർത്ഥങ്ങളില്ല കേട്ടോ. എന്നിട്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, വലാകിൻ ഖുർറതു ഐനി ഫിസ്സലാ, പക്ഷെ എൻ്റെ കണ്ണിൻ്റെ കുളിർമ, എൻ്റെ ആനന്ദം, എൻ്റെ ആഹ്ലാദം നിസ്കാരമാണ്. അസ്സലാത്തു മിഅ്റാജുൽ മുഅ്മിൻ എന്നൊക്കെ പറഞ്ഞ് അതേ നബി പറയും, നിസ്കാരത്തിലാവുമ്പോൾ തൻ്റെ തോളത്തിരുന്ന മക്കൾക്കും വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മൾ പലപ്പോഴും നമ്മളെ വീട്ടിലുള്ളൊരു പെരുമാറ്റം എങ്ങനെയാണ് നിസ്കാരത്തെക്കുറിച്ച്? നിസ്കാരത്തിൻ്റെ മുന്നിലൂടെ കയറി വരുന്ന മക്കളെ നമ്മൾ എന്താ ചെയ്യാറ്? അതുകൊണ്ടുണ്ടാകുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ നിസ്കാരത്തിൻ്റെ മുസല്ലയും നിസ്കാരക്കുപ്പായും ഒക്കെ മുമ്പുണ്ടായിരുന്നു, ഈ ഉമ്മയുണ്ടായിരുന്നു. പക്ഷെ എവിടുന്നാണ് ഉമ്മയും വാപ്പയും ചീത്ത പറയാൻ തുടങ്ങിയ നിസ്കരിക്കണ സമയത്ത് ഓരോ തോളിൽ കയറിയിരുന്ന് ഓരോ അടുത്ത് വന്നിരുന്ന് നിസ്കരിക്കണതിന് മുന്നിൽ വന്നിരുന്നു. ഈ കുട്ടിക്ക് നിസ്കാരത്തോട് ആണ് ദേഷ്യം വരുന്നത്. കാരണം അതിന് മുമ്പും ഉമ്മയും വാപ്പയും ഒക്കെ ഉണ്ട്. അവിടെയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം ആ തോളത്തിരുത്തി നിസ്കരിച്ചതും കാത്തിരുന്നതും ഒക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് മാതൃകയാവേണ്ടത്. അപ്പം നമുക്ക് അങ്ങനെ കഴിയണം. പെരുമാറ്റത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊണ്ടുവരാൻ കഴിയണം. കാരുണ്യമാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. കരുണയുടെ അങ്ങേയറ്റം. നരദിവ്യാകൃതി പൂണ്ട ദൈവമോ, കരുണാവാൻ നബി മുത്ത് രത്നമോ എന്ന് ചോദിക്കുന്നുണ്ട് ശ്രീനാരായണ ഗുരു. മനുഷ്യാകൃതി പൂണ്ട ദൈവമോ, നരദിവ്യാകൃതി പൂണ്ട ധർമ്മമോ, കരുണാവാൻ നബി മുത്ത് രത്നമോ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തെ നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്താൻ കഴിയണം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.